നമസ്കാരം. ശ്രീ സുഭാഷ് ചന്ദ്രന്റെ സ്നേഹത്തിന്റെ ചെറുകൾ എന്ന കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പുക്കുട്ടന് ഒരു സ്വപ്നമുണ്ട്. എന്തെന്നോ ഒന്ന് പറക്കണം. ചിറകുകൾ വീശി വീശി നെൽപ്പാടങ്ങൾക്ക് മേലെയും കടൽ തീരങ്ങൾക്ക് മുകളിലൊക്കെ സ്റ്റൈലായിട്ട് പറക്കണം. ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഹോ, എന്ത് രസമായിരിക്കും. അങ്ങനെ ഒരു ദിവസം അന്തിവരേക്കും പറക്കാനായാൽ പക്ഷെ എന്ത് ഫലം. തന്നെക്കാൾ വലിപ്പമുള്ള കൈകന്മാർക്ക് വരെ ചിറകൊടുത്ത ദൈവം തനിക്കൊരു തൂവൽ പോലും തന്നില്ലല്ലോ. ഒരു ദിവസം അപ്പുക്കുട്ടൻ കടൽക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് മണലിൽ ഒറ്റയ്ക്കിരിക്കുന്ന പെൺകുട്ടി അവൻ കണ്ടത്. തന്നെക്കാൾ ചെറിയൊരു മിടുമിടുക്കി കുട്ടി. അവൾ മണല് കൊണ്ടൊരു കുഞ്ഞു വീടുണ്ടാക്കുമായിരുന്നു. വീടിന് വരാന്ത ഉണ്ടാക്കാനുള്ള മണൽ അവൻ അവൾക്ക് കോരിക്കൊടുത്തു. അന്നേരം അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. നിനക്ക് പറക്കണമെന്ന് മോഹമുണ്ടോ? അപ്പുക്കുട്ടൻ അവളോട് ചോദിച്ചു. അത് കേട്ട് പെൺകുട്ടി പൊട്ടി പൊട്ടി ചിരിച്ചു. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് മറ്റു കുട്ടികളെ പോലെ നടക്കാനും ഓടാനും കഴിഞ്ഞാൽ മതിയായിരുന്നു. അത് കൊള്ളാമല്ലോ. അപ്പുക്കുട്ടൻ അത്ഭുതത്തോടെ ചോദിച്ചു. നിനക്കെന്താ നടക്കാനും ഓടാനും അറിയില്ലേ? അതിനുത്തരമായി അവളുടെ കാലുകൾ തൊട്ട് കാണിച്ചു. ആ പാവ പെൺകുട്ടിയുടെ കാലുകൾ ശോഷിച്ച് തളർന്നു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ അച്ഛൻ 2 കൂട് കടലയുമായി അങ്ങോട്ടെത്തി. മകളുടെ അരികിൽ സ്നേഹത്തോടെ സംസാരിച്ചു നിൽക്കുന്ന അപ്പുക്കുട്ടന് കടല കൊടുത്തിട്ട് മകളെ വാരിയെടുത്തു. നിന്റെ പുതിയ കൂട്ടുകാരുടെ അടുത്ത് യാത്ര പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, തനിയെ നടക്കാൻ കഴിയാത്ത, തനിയെ ഓടാൻ കഴിയാത്ത ആ പാവ പെൺകുട്ടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അപ്പുക്കുട്ടൻ വിചാരിച്ചു, തനിയെ പറക്കാൻ കഴിയാത്തതിന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന താൻ എത്ര മണ്ടൻ. അപ്പോഴാണ് അപ്പുക്കുട്ടന് തലയിൽ ഒരു കാര്യം മിന്നിയത്. അവളുടെ അച്ഛന്റെ അടുത്ത് ചോദിച്ചു, മാമന്റെ മകൾക്ക് നടക്കാനും ഓടാനുള്ള കഴിവ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ മാമന്റെ മകൾക്ക് പറക്കാനുള്ള കഴിവ് കൊടുക്കാൻ എനിക്ക് കഴിയും. ഞാൻ ഇവിടെ കുറച്ചു നേരം കൊട്ടാമ്പുറത്തുണി കളിപ്പിച്ചോട്ടെ. അദ്ദേഹം സന്തോഷത്തോടെ അവന്റെ മുതുകത്ത് അവളെ ഇരുത്തിക്കൊടുത്തു. അപ്പുക്കുട്ടൻ കടൽ തീരത്തൂടെ ഓടാൻ തുടങ്ങി. അപ്പുക്കുട്ടൻ സന്തോഷം കൊണ്ട് മതിമറന്നു. കടൽക്കാറ്റ് പറക്കുന്ന മുടിയിഴകളോടെ പെൺകുട്ടി അച്ഛനെ വെച്ച് ഉറക്കെ പറഞ്ഞു, നോക്കൂ അച്ഛാ, ഞാനിതാ പറക്കുന്നു. അപ്പോഴാണ് അപ്പുക്കുട്ടന് ഒരു കാര്യം മനസ്സിലായത്. നമുക്ക് കഴിയാതെ പോയ സൗഭാഗ്യങ്ങളെ ഓർത്ത് ദൈവത്തെ പഴി പറയുന്ന ഒട്ടും ശരിയല്ല. ഒരു വേള മനസ്സ് വെച്ചാൽ അതേ കാര്യം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ പാവ മനുഷ്യർ കഴിഞ്ഞേക്കും. നന്ദി.